ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഗ്ലിസറിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്ക് എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, അവരുടെ എല്ലാ പ്രോഡക്റ്റിലും ഇൻഗ്രീഡിയൻസിലും ഈ ഗ്ലിസറിൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഗ്ലിസറിൻ. അപ്പോൾ ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ പോലെ 3 ദിവസം ഗ്ലിസറിൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഒരു ഗ്ലിസറിൻ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെയല്ല കേട്ടോ. അതിൽ 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനുണ്ട്. 2-3 പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാനുണ്ട്. മീൻസ് ഒരു സ്ക്രബ് ആക്കണം, അതിന് ഒരു സെറം ആക്കണം, അങ്ങനെ 2-3 ഇതായിട്ട് ആക്കാനുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ടോ, നമുക്ക് വീട്ടിലൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെ മിക്സ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു റൂട്ടീൻ ഞാൻ 3 ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളി റിസൾട്ടാട്ടോ. നമ്മുടെ സ്കിന്ന്, എൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്തായി, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. കുറച്ച് ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. മീൻസ് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുമൊന്നുമില്ല, എന്നാലും ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മളിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, ഈ മെലാസ്മ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ ഭയങ്കര അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ഇത് വെറുതെ ഓരോരുത്തർ പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതല്ല, ഒരു ഡോക്ടറാണ് പറഞ്ഞത്. ആ ഡോക്ടർ പറഞ്ഞ രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് 100% ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഞാൻ എങ്ങനെയാണോ അത് ട്രൈ ചെയ്തത്, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കണ്ടോ, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ ഗ്ലിസറിനും സോപ്പ് വാട്ടറും ഈ റോസ് വാട്ടറും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. ഞാനിവിടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ഒരു ബൗളിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. നമ്മൾ എത്ര റോസ് വാട്ടർ എടുക്കുന്നോ അത്രയും ഗ്ലിസറിൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കോട്ടൺ പാഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ അത് തീർന്നു പോകാനാണ് ഞാൻ നോർമൽ കോട്ടൺ എടുത്തത്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ഈ പുളിച്ച തൈരും നമ്മുടെ അരിപ്പൊടിയും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് അത് നല്ല മിക്സർ പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒരു സ്ക്രബ്ബറായിട്ട് മുഖത്തെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഈ സ്പൂൺ വെച്ച് ചെയ്യുന്നത് നോക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് വച്ചിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് എന്തായാലും വെക്കണം. ഇപ്പം നമ്മൾ മുഖത്ത് മാത്രമല്ല, ആ നെക്ക് പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ക്ലീൻ ആവും. ഗ്ലിസറിൻ, അലോവേറ ജെല്ല് കൂടാതെ ഈ വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ഇത് 3 മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരു രാത്രി മുഴുവൻ അങ്ങനെ നൈറ്റ് ക്രീം ആയിട്ട് അങ്ങനെ വെച്ചിരുന്നിട്ട് രാവിലെ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഞാനപ്പോൾ രാത്രി അതാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ രാത്രി എൻ്റെത് ഇങ്ങനെ ജെല്ല്, നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ഒരു ഫെവിക്കോൾ പോലെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ ഡേ 2ഉം അതുപോലെ സെയിം പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ക്ലെൻസിങ്ങിൻ്റെ ആ ഒരു ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം അത് തന്നെ എടുത്ത് ക്ലെൻസ് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. സെക്കൻഡായിട്ട് സ്ക്രബ് ചെയ്തു. സ്ക്രബ് എൻ്റെ കയ്യിൽ ഞാൻ തീർന്നു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി 3 ദിവസത്തേക്കൊക്കെ വച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഡെയിലിയാണ് ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്തിരുന്നത് 3 ദിവസവും. നൈറ്റ് ക്രീമും ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി അലോവേര അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബാലൻസ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നൈറ്റ് ആയപ്പോൾ ഞാനത് യൂസ് ചെയ്തത്. രാവിലെ വാഷ് ചെയ്തിട്ട് ഡേ 3 മൂന്നാമത്തെ ദിവസവും നമ്മൾ സെയിം അത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം റോസ് വാട്ടർ ഗ്ലിസറിൻ കൊണ്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ക്രബാണ് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുക. ക്ലെൻസിങ് കഴിഞ്ഞ് സ്ക്രബ് യൂസ് ചെയ്യുക കേട്ടോ.
നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും അന്ന് തന്നെ വീണ്ടും ഉണ്ടാക്കിയ സ്ക്രബാണ് ഇത്. നമുക്ക് സ്ക്രബല്ല, ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഫേസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഴുത്തിൻ്റെ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോവും. അങ്ങനെ ആയിരിക്കും. നൈറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു റൂട്ടീൻ റിപ്പീറ്റ് ചെയ്യുക. നൈറ്റ് ക്രീം യൂസ് ചെയ്യുക, രാത്രി ഇട്ട് കൊടുത്തിട്ട് രാവിലെ വരെ വെച്ചിട്ട് എണീറ്റിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല അടിപൊളി റിസൾട്ടാട്ടോ. എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് കണ്ടല്ലോ, എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സ്കിന്നിന് അതെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല, ഒരു ഇറിറ്റേഷനും അങ്ങനെ ഗ്ലിസറിൻ കൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഗ്ലിസറിൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈം വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ബാക്കി എല്ലാ സ്റ്റെപ്സും ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ക്രബാണ് കേട്ടോ. ആ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫേസൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് നമുക്കൊരു ഫ്രഷ് ഫീല് വരും. ഭയങ്കരമായിട്ട് ക്ലീൻ ആകും, ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കും കേട്ടോ ആ സ്ക്രബ്. നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ആവശ്യമുള്ളൂ. നമുക്ക് വീട്ടിലുള്ള അരിപ്പൊടി അല്ലെങ്കിൽ തൈര്, ഇതൊക്കെ തന്നെ എല്ലാം ആവശ്യമുള്ളൂ. ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടിയൊക്കെ അമ്മ തന്നെ പൊടിച്ച് അങ്ങനെയുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ തൈരാണെങ്കിലും അമ്മ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്താണ്. ഇപ്പോൾ അലോവേര ആണെങ്കിലും ഞാൻ എപ്പോഴും ഫ്രഷ് മാത്രമേ എടുക്കാറുള്ളൂ. ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു അലോവേര എടുക്കാറില്ല. അപ്പോൾ എനിക്ക് കുറേ നാളൊന്നും ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 2-3 ദിവസമൊക്കെ ആ ഒരു അലോവേര നമുക്ക് അങ്ങനെ വച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ വച്ച് യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം പെട്ടെന്ന് 1-2 ദിവസത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ ചെയ്ത് നോക്കാറ് കേട്ടോ. അങ്ങനെ ലോങ് ടേം വേണം എന്നുള്ളതാണെങ്കിൽ ഞാൻ അന്ന് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു അറബിക് വീഡിയോ ആണെങ്കിലും ഹിന്ദി വീഡിയോ ആണെങ്കിലും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് സ്കിൻ വൈറ്റനിങ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ആ ഒരു ജാപ്പനീസ് റൈസ് ഫേസ് മാസ്ക് മാത്രമേ എനിക്ക് റിസൾട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇത് അതുപോലെയൊന്നും അല്ല കേട്ടോ. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്, നമ്മുടെ ഒരു മലയാളി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടർക്ക് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ ഡോക്ടർ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ കമൻറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരു റൂട്ടീനാണ്, വെറും 3 ദിവസം ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് 3 ദിവസം തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലിസറിൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഷോപ്പിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ. അങ്ങനെ കിട്ടാത്ത ഐറ്റം ഒന്നും അല്ല ഈ ഗ്ലിസറിൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും സ്കിൻ കെയർ വീഡിയോസ് ട്രൈ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം തന്നെയാണ് കേട്ടോ, ഇൻസ്റ്റ ID നെയിം. നിങ്ങൾ അതിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.